മായമസേ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ എവിടെ വരെയായി? ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ നമ്മൾ പിള്ളേരുമായിട്ട് ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് അടിച്ചു പൊളിച്ചു. ഇപ്പൊ പിള്ളേരൊക്കെ വീട്ടിൽ പോയതിന്റെ ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടല്ലേ, സാധനം തോന്നുന്നില്ലേ? ക്യാമ്പസ് ഒക്കെ ആകെ ഒരു ഒഴിഞ്ഞു കിടക്കണ പോലെയൊക്കെ തോന്നുന്നു. വളരെ കുറച്ച് കുട്ടികൾ നമ്മുടെ റെഫറൻസിന് ഇരിക്കുന്നുണ്ട്, ക്യാമ്പസിലുണ്ട്. എന്തെങ്കിൽ പോലും കൂടുതൽ കുട്ടികളും ഹോസ്റ്റലുകളിലും വീടുകളിലേക്കൊക്കെ യാത്രയായി. ഒരു 10 ദിവസത്തെ ഗ്യാപ്പിനാണ് അവർ പോയിരിക്കുന്നെങ്കിലും നമുക്ക് ഒരു മിസ്സിംഗ് പോലെ ഫീൽ ചെയ്യുന്നു അല്ലെ? ഒരു വർഷം നമ്മള് മക്കളെ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും പോകുമ്പോഴുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ട്. നമ്മുടെ എന്റെ ബ്രില്യന്റ് ഫാമിലിയുടെ മനസ്സ് അവരോടൊപ്പം. തീർച്ചയായിട്ടും നമ്മളതിൽ എനിക്ക് തോന്നുന്നു സാർ, നമ്മളിപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു പരീക്ഷയുടെ ചൂടൊക്കെ അവർ ഏറ്റുപിടിച്ച് വരുന്ന സമയത്ത് തന്നെ ഒരു അവധിയൊക്കെ കിട്ടിയപ്പോൾ ആ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് അല്ലേ, അവർക്കും വീട്ടിലൊക്കെ പോയി വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷിച്ചൊക്കെ വരാനും അടുത്ത് വരുന്ന എക്സാമിന് കുറച്ചുകൂടെ നന്നായിട്ട് തയ്യാറെടുക്കാനും ഒക്കെ റെഡി ആയിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുന്നത്. ആഘോഷം മാത്രമല്ലല്ലോ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് യഥാർത്ഥ ആഘോഷം എന്ന് പറയുന്നത് ഇനി അടുത്ത വർഷം വരാനിരിക്കുന്ന മെയ് 5-ാം തീയതിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കുട്ടികൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു സെക്കൻഡറി സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും ചെയ്യണം. നമ്മൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ എനിക്ക് തോന്നുന്നു വീട്ടിലിരിക്കുന്നവരെല്ലാം നമ്മളിങ്ങനെ എന്തൊക്കെ പറയുന്നു എന്ന് കേട്ടോണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. പല കുട്ടികളും പേരൻസും ഒക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതായത് കുട്ടികൾക്ക് ഇതൊന്ന് റീകളക്ട് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാകണം. അതിനുവേണ്ടിയൊക്കെ നമ്മൾ പല കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ കേട്ടുകൊണ്ട് കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളായാലും ഒത്തിരി പേര് റെഫറൻസിനും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും തന്നെ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താണ് അവർക്ക് വേണ്ടി എങ്ങനെയാണ് ക്വിക്ക് സപ്പോർട്ട്, അവര് ഓൾറെഡി നമ്മളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു, അവരും പഠിച്ചൊക്കെ കഴിഞ്ഞെങ്കിലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ബ്രില്യന്റ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അറിയാനുള്ള റീകളക്ട് ചെയ്യാനും അതിലൂടെ പോകാനുള്ള ആവശ്യം നമുക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഈ ഒരു അവസാന നിമിഷം നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുക്കിയിരിക്കുന്ന കുറച്ച് ലൈവ് സെഷനുകൾ ഉണ്ടല്ലേ? 2 രീതിയിലാണ് ലൈവുകൾ പോകുന്നത്. ഒന്ന് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ നമ്മൾ ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ബ്രില്യന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ കേൾക്കുന്ന കാണുന്ന ബ്രില്യന്റിന്റെ സ്റ്റുഡൻസ് അല്ലാതായ ഒത്തിരി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ നമുക്കായിട്ടുണ്ട്. അവർക്കൊക്കെ ഏറ്റവും പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് യൂട്യൂബ് ലൈവ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മോഡൽ എക്സാമിന്റെ ടോപ്പിക്സ് എല്ലാം ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഈ സബ്ജക്റ്റുകളിലെല്ലാം ക്ലാസ്സുകൾ, അതായത് ഏതാണോ മോഡൽ എക്സാമിനുള്ള ടോപ്പിക്സ് അതിൻ്റെ ഒരു സമ്മറി, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് റീകളക്ട് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ലൈവ് സെഷനിൽ യൂട്യൂബിൽ അത് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ മോർണിംഗ് സെഷനാണ് യൂട്യൂബ് ലൈവുകൾ പോവുക. അതേ ദിവസങ്ങളിൽ തന്നെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള സംവിധാനങ്ങൾ അത് നമ്മൾ വെബ്എക്സിൽ അതെ വെബ്എക്സ് വഴി നമ്മുടെ കുട്ടികൾക്ക്, അതായത് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന നമ്മുടെ റിപ്പീറ്റഡ് കുട്ടികൾക്ക് എല്ലാവർക്കും ആ മോഡൽ എക്സാമിന് ഈ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് യൂട്യൂബ് ലൈവ് ലോകമെമ്പാടുമുള്ള ഒരുപക്ഷെ ബ്രില്യന്റ് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്തവർക്കും വേറെ പല കോഴ്സുകളിലും ചേർന്നിട്ടൊക്കെ എങ്ങനെയെങ്കിലും ബ്രില്യന്റിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് കേൾക്കണം, കാണണം എന്നൊക്കെ ഉള്ളവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇതിനപ്പുറം നമുക്ക് അവർക്കൊന്നും കൊടുക്കാനില്ലാന്ന് തോന്നുന്നു അല്ലേ? മാത്രമല്ല ഒരു ഏറ്റവും ഷോർട്ട് ടൈമിനുള്ളിൽ ഒരു സമ്മറി, ഒരുപക്ഷെ ഓരോ ചാപ്റ്ററിനെയും എത്ര ഡീപ്പായിട്ട് പഠിച്ചാലും ഏറ്റവും നട്ട്ഷെല്ലിൽ അത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലേ സാർ? അത് ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കും ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ അതൊരു ക്വിക്ക് റിവിഷൻ, റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ചാപ്റ്ററിലൊക്കെ നമ്മൾ 2-3 ചാപ്റ്ററുള്ള വിഷയങ്ങൾ അത് 3 മണിക്കൂർ വരെയൊക്കെ ലൈവ് സെഷൻ ഉണ്ട്. അപ്പം അത് കുട്ടികൾക്കെല്ലാം വളരെ ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാകുക. അത് ആരൊക്കെയാണെന്ന് കുട്ടികൾക്ക് അറിയേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് പോയാലോ ടീച്ചറെ? പറഞ്ഞു കൊടുക്കാം സാർ, ആരൊക്കെയാണ് ഏതൊക്കെ സെഷൻ ആണെന്ന് കൃത്യമായിട്ട് ഇവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയങ്ങളെല്ലാം കൃത്യമായിട്ട് പറയണം. പക്ഷേ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റഡീസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മളോടൊപ്പം കൂടാമല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവരും കാത്തിരിക്കുന്നത് ഇതുപോലുള്ള നട്ട്ഷെല്ലിൽ കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തയ്യാറാക്കപ്പെടുന്ന ഒരു സമ്മറിയുമായിട്ടും അതിന്റെ ക്വസ്റ്റ്യൻസും ആയിട്ടും ആയിരിക്കും. ഒരുപാട് അധ്യാപകർ നിങ്ങളെ കാത്ത് ഇവിടെ ലൈവൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇവർ ഒരു തവണ ഈ പരീക്ഷ എഴുതിയതാണ്. എക്സാം എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ മോഡലിലേക്ക് വരുമ്പോൾ 10 ദിവസം അവധികളുണ്ട്. ഈ അവധിയിൽ കുട്ടികളുടെ ശ്രദ്ധ ഇതിൽ തന്നെ നിൽക്കണം. അപ്പം ക്രിസ്മസ് ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസിന് ശേഷമാണ് നമ്മൾ വെബ്എക്സ് ലൈവും യൂട്യൂബ് ലൈവും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് പോകാം. നമ്മുടെ യൂട്യൂബ് റിവിഷൻ ക്ലാസിന്റെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മളിത് തുടങ്ങുന്നത് 26/12/2023 ഫിസിക്സുമായിട്ടാണ് തുടങ്ങുന്നത്. ഫിസിക്സുമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ചന്ദ്രലാൽ സാർ ആണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. നമ്മൾ രാവിലെ 9 മണി തൊട്ട് 12 മണി വരെയാണ് നമ്മുടെ ഷെഡ്യൂളിംഗ് ടൈം. അന്ന് ഫസ്റ്റ് ചന്ദ്രലാൽ സാർ എടുക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങിയവയാണ്. എന്നാൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും
വെബെക്സ് ലൈവ് ക്ലാസ് ഉണ്ട്. അതിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷനാണ്. കുട്ടികൾക്ക് റൈസ് ഹാൻഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസേഴ്സിനോട് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ചോദിക്കാം. അവർ അത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അന്ന് 1 മണി മുതൽ 4 മണി വരെ ഫിസിക്സിൻ്റെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, റയോപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് എന്നീ ചാപ്റ്ററുകളുടെ നിങ്ങളുടെ സംശയ നിവാരണം നടത്താൻ നിങ്ങൾക്കായി എത്തുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രജീഷ് സാറാണ്. ബയോളജിയിലെ സ്റ്റെനി സാറ് 1 മണി മുതൽ 4 മണി വരെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ബയോടെക്നോളജി 1 ആൻഡ് ജെനറ്റിക്സ് 2 എന്നീ ചാപ്റ്ററുകൾക്ക് കുട്ടികൾക്ക് സംശയ നിവാരണം നടത്താൻ വെബെക്സ് ലൈവിലെത്തുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വെബെക്സ് മീറ്റിങ്ങിൽ ഡൗട്ട് ക്ലിയറൻസ് റൈസ് ഹാൻഡ് ഓപ്ഷൻ ഉപയോഗിച്ച് വിനിയോഗിക്കാവുന്നതാണ്. അടുത്ത ദിവസം 27-ാം തീയതി നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അജേഷ് സാറാണ് നിങ്ങളോടൊപ്പം ചേരുന്നത്. 9 മണി തൊട്ട് 12 മണി വരെ എല്ലാ ദിവസവും നമ്മുടെ യൂട്യൂബ് ലൈവിൻ്റെ സമയം അതുതന്നെയാണ്. അപ്പോൾ അജേഷ് സാർ നിങ്ങളോടൊപ്പം ചേരുന്നത് റിയാക്ഷൻ മെക്കാനിസം, ഹൈഡ്രോ കാർബൺ, കെമിക്കൽ ആൻഡ് അയോണിക് എക്വിലിബ്രിയം എന്ന ചാപ്റ്റേഴ്സുമായിട്ടാണ്. അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സിന് നിങ്ങളുടെ പ്രിയപ്പെട്ട ചന്ദ്രലാൽ സാറും, ബോട്ടണിക്ക് നമ്മുടെ വർഗീസ് സാറും നിങ്ങൾക്കായി എത്തുന്നതാണ്. അത് വെബെക്സ് മീറ്റിംഗ് ആയിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് സെഷനാണ്. ഫിസിക്സിൻ്റെ ടോപ്പിക്സ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, റയോപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആണെങ്കിൽ വർഗീസ് സാറ് 1 മണി മുതൽ 3 മണി വരെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സും ബയോടെക്നോളജി 1 ആയിരിക്കും ഡൗട്ട് ക്ലിയറൻസ് നടത്തുക. നമുക്കിനി 28-ാം തീയതി യൂട്യൂബ് ലൈവ്. 28-ാം തീയതി നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫിസിക്സ് ആണ്. നമ്മുടെ ജോബിൻസ് ആൻ്റണി സാറാണ് എത്തുന്നത്. ടൈം 9 AM to 12 PM. അദ്ദേഹം എടുക്കുന്ന ടോപ്പിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആണ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ പ്രിയപ്പെട്ട ജോർലി സാർ 1 മണി മുതൽ 4 മണി വരെ റിയാക്ഷൻ മെക്കാനിസം, ഹൈഡ്രോ കാർബൺ, കെമിക്കൽ ആൻഡ് അയോണിക് എക്വിലിബ്രിയം എന്നീ ചാപ്റ്ററുകൾക്ക് ഡൗട്ട് ക്ലിയറൻസ് വെബെക്സ് മീറ്റിങ്ങിൽ നടത്തുമ്പോൾ സുവോളജിയിൽ നമ്മുടെ ജിമ്മി സാർ ജെനറ്റിക്സ് 2, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നീ ചാപ്റ്ററുകളുമായി 1 മണി മുതൽ 3 മണി വരെ കുട്ടികൾക്കായി ലൈവ് ഡൗട്ട് ക്ലിയറൻസ് വെബെക്സിൽ നടത്തുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് 29/12/2023 ബോട്ടണിയാണ് അന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് സാറാണ് എത്തുന്നത്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ആൻഡ് ബയോടെക്നോളജി 1 ആണ് ടോപ്പിക്സ്. സമയം 9 AM to 12 PM. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ജോർലി സാറ് 1 മണി മുതൽ 4 മണി വരെ റിയാക്ഷൻ മെക്കാനിസം, ഹൈഡ്രോ കാർബൺ, കെമിക്കൽ ആൻഡ് അയോണിക് എക്വിലിബ്രിയവുമായി ഡൗട്ട് ക്ലിയറൻസിനെത്തുമ്പോൾ ബയോളജിയിലെ സ്റ്റെനി സാറ് 1 മണി മുതൽ 4 മണി വരെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ബയോടെക്നോളജി 1 ആൻഡ് ജെനറ്റിക്സ് 2 എന്നീ ചാപ്റ്ററുകൾക്ക് കുട്ടികൾക്ക് സംശയ നിവാരണം നടത്താൻ വെബെക്സ് ലൈവിലെത്തുന്നതാണ്. നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ലൈവിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 30/12/2023 അന്ന് സുവോളജിയുമായി നിങ്ങളോടൊപ്പം ചേരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രതീഷ് സാറാണ്. സമയത്തിന് മാറ്റമൊന്നുമില്ല. 9 AM to 12 PM. നമ്മൾ അന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ജെനറ്റിക്സ് 2, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ്. അന്നേ ദിവസം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അജേഷ് സാറ് കുട്ടികളുടെ ലൈവ് ഡൗട്ട് ക്ലിയറൻസിനായി വെബെക്സിലെത്തുന്നു. 1 മണി മുതൽ 4 മണി വരെയാണ് സമയം. റിയാക്ഷൻ മെക്കാനിസം, ഹൈഡ്രോ കാർബൺ, കെമിക്കൽ ആൻഡ് അയോണിക് എക്വിലിബ്രിയം എന്നീ ചാപ്റ്ററുകൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അജേഷ് സാറിനോട് കുട്ടികൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഫിസിക്സിനും 30-ാം തീയതി ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. 1 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് കുട്ടികളുടെ പ്രിയപ്പെട്ട രജീഷ് സാറ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, റയോപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് എന്നീ ചാപ്റ്ററുകളുടെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നടത്തുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ എല്ലാവരും രാവിലെ ഞങ്ങളോടൊപ്പം ചേരുമല്ലോ അല്ലേ? അതെ അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഏത് സമയത്താണ് വരുന്നതെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണോ ആവശ്യം, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ബ്രില്യന്റിനെ അറിയിക്കാനും ഞങ്ങൾക്ക് ഒരു പക്ഷേ നോൺ ബ്രില്യന്റ് സ്റ്റുഡൻസുമായിട്ട് അധ്യാപകർക്കൊക്കെ ഒന്ന് സംവദിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അത് മാക്സിമം ഫ്രൂട്ട്ഫുൾ ആക്കുക. നമ്മുടെ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് അതിന്റെ തിയറിയാണ് കൊടുക്കുക. അത് ഉച്ചയ്ക്ക് ശേഷം വെബെക്സ് വഴി ആ ചാപ്റ്ററിനെ സംബന്ധിച്ചുള്ള ഡൗട്ടുകൾ ആർക്കുണ്ടെങ്കിലും വെബെക്സ് വഴി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരോട് ചോദിക്കാം. അവരതിന്റെ സംശയ നിവാരണം നടത്തുന്നതാണ്. അതിന്റെ പക്ഷേ നിങ്ങൾക്ക് സമ്മറി പറയുമ്പോൾ വേണമെങ്കിൽ കമന്റ്സ് ആയിട്ട് യൂട്യൂബിൽ കൊടുക്കാമല്ലോ. കമന്റ്സ് ആയിട്ടും കൊടുക്കാൻ പറ്റും. അപ്പൊ യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നവർക്ക് കമന്റ്സ് ആയിട്ട് ഇടാം. വെബെക്സിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ആയിട്ട് വെബെക്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രില്യന്റിലെ സ്റ്റുഡൻസ്, അതായത് ജാനുവരി 1 മോഡൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള വെബെക്സിൻ്റെ ലിങ്ക് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സാണ് അത് കൃത്യമായിട്ട് അവരുടെ മെൻറ്റേഴ്സ് അറിയിക്കുന്നതാണ്. അവർക്ക് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കും. ഓരോ കുട്ടിയും അത് ഉപയോഗപ്പെടുത്തുക. എല്ലാവരും നല്ല വിജയം വരികയല്ലേ ടീച്ചറെ? 2024 നടന്ന മോഡൽ എക്സാം നടക്കുന്ന ദിവസം പുതുപുത്തൻ പ്രതീക്ഷയായിട്ട് ക്യാമ്പസിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഡെപ്തിൽ അത് മനസ്സിലാക്കാനും അവരുടെ സംശയ നിവാരണം നടത്തി അതിനകത്ത് 100% മാർക്ക് വാങ്ങുന്ന രീതിയിൽ ഒരു ഇതൊക്കെ പഠിച്ചിരിക്കുന്ന
വരുന്നവരാണ്. അപ്പൊ അവർക്ക് നമ്മളോടൊപ്പം ഈ ഒരു ക്വിക്ക് റിവിഷനും കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും മോഡൽ എക്സാമിന് വേണ്ടി റെഡി ആയിട്ട് തയ്യാറെടുത്ത് നമ്മൾ ഒരുമിച്ച് മെയ് 5 ഉയർന്ന ലക്ഷ്യമാണ് നമ്മുടേത്. അതായത് 720 വാങ്ങാനായിട്ട് കുട്ടികളെ അതിനപ്പുറം നമുക്കൊന്നുമില്ല. നമ്മൾ ചെറിയ സ്വപ്നങ്ങൾ കാണുന്നേ ഇല്ല. കാരണം ഞങ്ങളുടെ കുട്ടികളിൽ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഞങ്ങളിലും ഇല്ലേ? അല്ലേ സർ? നമുക്ക് ഒരുമിച്ച് തന്നെ മെയ് 5 നമുക്ക് മെയ് 5 പ്രയാണം, അതിന് മുന്നോടിയായിട്ടുള്ള ആദ്യ ലൈവുകളായിട്ട് ഇത് കാണാം. ഇതിന് ശേഷവും മോഡൽ എക്സാമുകൾക്കെല്ലാം നമ്മൾ ലൈവ് നടത്തുന്നതാണ്. അപ്പം ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ എക്കാലവും കുട്ടികളുള്ള പ്രതിബദ്ധത എക്കാലവും നമ്മൾ നിലനിർത്തുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ഒന്നും നോൺ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ഒന്നുമില്ല. ലോകത്തെമ്പാടുമുള്ള കുട്ടികൾ, പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ, എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണമെന്ന് സ്വപ്നം കാണുന്ന കുട്ടികൾ, അവർക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവർക്കൊരു സഹായം, അതാണ് ബ്രില്യൻറ്റ് ഈ ലൈവുകളിലൂടെ ലക്ഷ്യം. അപ്പോൾ മറക്കണ്ട, 26-ാം തീയതി മുതൽ എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. അത് കൃത്യമായിട്ട് കുട്ടികൾ കാണുക. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് ബ്രില്യൻറ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.